നല്ല ടേസ്റ്റിൽ, അതായത് സദ്യക്കൊക്കെ നമുക്ക് കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിലാണ് കേട്ടോ നമ്മളിത് നാരങ്ങ അച്ചാറും അതേപോലെ തന്നെ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം, വായോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ നമ്മുടെ മാങ്ങ അച്ചാർ അതേപോലെ തന്നെ വടുകപ്പുളി അച്ചാറാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങ അച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതാ മാങ്ങ ഇതേപോലെ ചെറിയ കൊത്തി കൊത്തി അരിഞ്ഞ് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 മണിക്കൂർ നേരം നമ്മൾ ഈ മാങ്ങ അരിഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടു ഇതിൽ വെള്ളമൊക്കെ ഇങ്ങനെ വരും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതേ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി നമുക്ക് ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതാ 1, 2, 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 നുള്ള് നമ്മളെന്താണ് ഉലുവപ്പൊടി കേട്ടോ. 2 നുള്ള് കായപ്പൊടി. നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങയിൽ ഉപ്പിട്ട് വെച്ചാൽ കാരണം അതിലത്തെ ആ ഒരു വെള്ളമുണ്ട്. ഇനി കൂടുതൽ വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഇളം ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത്തിരി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതേപോലെ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിതാ 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. എല്ലായിടത്തേക്കും പച്ച വെളിച്ചെണ്ണ ആവേണ്ട രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് തീ കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നമ്മൾ നോക്കിയാൽ 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ ഈ മാങ്ങച്ചാറിലേക്ക് ഉണ്ടല്ലോ നമ്മൾ വെളിച്ചെണ്ണ നോക്കിയാൽ നന്നായിട്ട് പുകയണം. ആ രീതിയിലായിരിക്കണം ഇതിൽ കടുകൊക്കെ പൊട്ടിച്ചിടേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ തീ നന്നായി കൂട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഒപ്പം തന്നെ ഇതാ 2 വറ്റമുളക് ഇട്ടു. പിന്നെ നമ്മളതിലേക്ക് ഇതാ കറിവേപ്പില ഇതാ ഒന്ന് മുറിച്ചിട്ടു. നന്നായിട്ട് പുകയട്ടെ. ഈ പുകയോട് കൂടിയിട്ട് വേണം നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. കണ്ടോ ഇങ്ങനെ പുകയണം. ഇതാണ് കേട്ടോ നമ്മുടെ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ്. നല്ല രസമാണ് ഇങ്ങനെ. അപ്പോൾ ഇനി ഇതിൽ ചാറൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒത്തിരി വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇളം ചൂടിൽ ഒഴിച്ച് കൊടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മാങ്ങച്ചാറ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കുണ്ടല്ലോ വടുകപ്പുളി ഞാൻ എങ്ങനെയാണ് നമുക്കിത് തൊലി ചെത്തി എങ്ങനെ അരിയണ്ടേന്ന് കാണിച്ചു തരാം കേട്ടോ. മാങ്ങ പിന്നെ ഞാൻ കാണിക്കാതിരുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയാം. മാങ്ങ കൊത്തിയരിയാനായിട്ട്. വടുകപ്പുളി ചിലവർക്ക് അറിയില്ല. പക്ഷെ ഇത് തൊലി ചെത്തണം നമുക്ക് ആദ്യം. ഈ സൈഡൊന്ന് കളയണം. അപ്പോൾ ഈ സൈഡും ഇതേപോലെ നന്നായി താത്തി തന്നെ ചെത്തി കളയണം കേട്ടോ. എന്നിട്ട് തൊലി നൈസായിട്ട് മുകളിൽ വശത്ത് ഒന്ന് ചെത്താനാ പാടുള്ളൂ. കണത്തിൽ ചെത്തി കളയരുത് കേട്ടോ. നമ്മൾ നോക്കിയേ ഇതേപോലെയാണ് എന്താ തൊലി ചെത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇതരിയുമ്പോൾ ഇതിനുള്ളിൽ കുരു ഉണ്ടല്ലോ, ഈ കുരു നമ്മൾ കളയണം കേട്ടോ. ഇത് പാടില്ല. എല്ലാത്തിൻ്റെ ഉള്ളിൽ കണ്ട ഇതേപോലെ കുരുണ്ട്. ഇത് മുഴുവൻ ഇങ്ങനെ കളഞ്ഞിരിക്കണം. അതിനുശേഷം എല്ലാം ഇതേപോലെ നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ. ഇങ്ങനെ അരിയുമ്പോഴും കുരു ഉണ്ടാകും. അത് അപ്പാപ്പം കളഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ നോക്കിയേ ഈ ഒരു കനത്തിലാണ് ആദ്യം ഇങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ. കണ്ട ഇങ്ങനെ കനം കുറവിൽ. എന്നിട്ട് വീണ്ടും ഇതേപോലെ ചെറുതാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നാരങ്ങ നോക്കിയാൽ നമ്മൾ ഇതേപോലെ ചെറുതാക്കി എല്ലാം അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ 1 ഗ്ലാസ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. തീ കത്തിച്ച് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നാരങ്ങയിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം.
ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ഇടാം കേട്ടോ. 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി, അതേപോലെ തന്നെ ഒരു നുള്ള് ഉലുവപ്പൊടി കേട്ടോ. പിന്നെ നമ്മളിതിലേക്കുണ്ടല്ലോ കറിവേപ്പില കുറച്ച് കൂടുതൽ, ഒരു 3 കതിരി കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അത് കൈ കൊണ്ട് നമുക്കിതിങ്ങനെ പിച്ചി നുറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഇതാ ഒരു 3 പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഇതാ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അച്ചാറിലേക്കൊക്കെ ഉപ്പ് എപ്പോഴും ഇത്തിരി കൂടുതൽ വേണം. അപ്പം ഞാനിതാ ഇതൊരു ചെറിയ ഇതേപോലത്തെയാണ്. അപ്പോൾ നോക്കുമ്പോൾ 2 ടീസ്പൂണാണ് കേട്ടോ നമ്മൾ ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ടീസ്പൂൺ അളവ് നോക്കുകയാണെങ്കിൽ ഇനി ഇതാ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതാ വേപ്പിലയും അതേപോലെ പച്ചമുളകും പൊടികളൊക്കെ ഇതാ നമ്മുടെ നാരങ്ങയുടെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ തന്നെ നമ്മളിത് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ നമ്മളിവിടെ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. വെള്ളം ഇതാ തിളച്ചിട്ടുണ്ട്. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഈ വെള്ളം ഉണ്ടല്ലോ നമുക്ക് ഇളം ചൂട് അത്രേ പാടുള്ളൂ കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് ചൂടാറട്ടെ. നമ്മുടെ വെള്ളം എന്താ ഇളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 ടീസ്പൂണ് വിനാഗിരിയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു അളവിലായിരിക്കും നമ്മുടെ സദ്യക്കൊക്കെ ഉണ്ടാവണ നാരങ്ങ അച്ചാർ കേട്ടോ. ഇത്രേ ഉള്ളൂ നാരങ്ങ അച്ചാർ, വേറെ നമ്മളിതിലൊന്നും ചെയ്യില്ല. പക്ഷേ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ 2 അച്ചാറായാലും നമുക്ക് സദ്യക്ക് മാത്രം, അതായത് നാളെ ഒരു സദ്യ ഒരുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന 2 അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ അച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചിട്ട് ഒരു ദിവസം ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി അന്ന് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. നമ്മൾ എടുക്കണേക്കാളും മുന്നേ കഴിക്കാൻ ഉപയോഗിക്കണേക്കാളും മുന്നേ പുറത്തേക്ക് വയ്ക്കുക, എന്നിട്ട് ഉപയോഗിക്കുക കേട്ടോ. എങ്കിൽ ഈ ടേസ്റ്റിൽ നിൽക്കും. അതല്ലാതെ നമുക്ക് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. അന്ന് സദ്യക്കാണെങ്കിലോ ഇങ്ങനത്തെ അച്ചാർ വിളമ്പി അത് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അതെ അച്ചാർ റെഡി. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷൈഡിനെ വിളിക്കാം കേട്ടോ. ആദ്യം മാങ്ങച്ചാർ എടുക്കാം കേട്ടോ ഷൈട്ടാ. നോക്കിയേ കൈ കൊണ്ട് തന്നെ ഇടിക്കാം. ഉപ്പൊക്കെ ഇല്ലേ, റെഡിയല്ലേ? അടിപൊളിയാ. ശരിക്കും സദ്യക്ക് തലേദിവസമൊക്കെ കഴിക്കും ഇങ്ങനെ. അത് തലേദിവസം കഴിക്കുമ്പോഴേ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കത്. മറ്റത് കുറേ കറികളെ കൂടെ ഞാൻ പറയില്ല. ശരിക്കും അതേമാതിരി ഇത് പിന്നെ ഇത്തിരി വെള്ളം പോലെ ഇരിക്കുക. നമ്മൾ ഇലയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കാണാം അങ്ങനെ ചാറൊരു ഭാഗത്തേക്ക് കൊടുക്കും. നാരങ്ങ അച്ചാർ ഇത് ശരിക്കും അതേമാതിരി തന്നെയാണ്. നല്ല രസമില്ലേ? അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ 2 അച്ചാർ ഉണ്ടാക്കിയോളൂ കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത പിടിയായി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഈ അടുപ്പിച്ച് വരുന്ന നമ്മുടെ ഓണ വിഭവങ്ങൾ എല്ലാം അത് ഒരു ദിവസമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. 10 ദിവസം കൊണ്ടാണ് എല്ലാം അത് നമ്മൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കാണുമ്പോൾ ഒരേ സെയിം ഡ്രസ്സ് പോലെ തോന്നും. ഒരു മാറില്ലേന്ന് തോന്നും. പക്ഷെ അതല്ല, അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതന്നെ.